ആന്ധ്ര, ഒറീസ സംസ്ഥാനങ്ങളിൽ നിന്ന് വൻതോതിൽ കഞ്ചാവ് കേരളത്തിലെത്തിച്ച് മൊത്തവിൽപ്പന നടത്തുന്ന പാലക്കാട് നെന്മാറ സ്വദേശി പടപ്പാടത്ത് വീട്ടിൽ ഗോപകുമാറിനെ വടക്കാഞ്ചേരി പോലീസും ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡും ചേർന്ന് അറസ്റ്റ് ചെയ്തു. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് മറ്റു ചരക്കു വസ്തുക്കൾക്കിടയിൽ ഒളിപ്പിച്ചാണ് ഗോപകുമാർ കഞ്ചാവ് കടത്തിയിരുന്നത്. ആഗസ്റ്റ് മാസത്തിൽ കിഴക്കഞ്ചേരി നൈനാങ്കോട്ടെ വാടക വീട്ടിൽ നിന്ന് 13.5 കിലോ കഞ്ചാവ് കണ്ടെത്തിയ സംഭവത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഗോപകുമാറും പിടിയിലായത്. അന്ന് കിഴക്കഞ്ചേരി സ്വദേശി സുന്ദരൻ കഞ്ചാവ് സൂക്ഷിക്കാൻ ഏൽപ്പിച്ച സുന്ദരന്റെ മകളുടെ ഭർത്താവിന്റെ അമ്മയും അണക്കപ്പാറ സ്വദേശിനിയുമായ സ്വപ്ന എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. സ്വപ്നയും സുന്ദരനും ഇപ്പോൾ റിമാൻഡിലാണ്. അന്ന് കഞ്ചാവ് പിടികൂടിയതുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണമാണ് ഗോപകുമാറിലെത്തിയത്. സ്വപ്നയ്ക്ക് സ്ഥിരമായി കഞ്ചാവ് എത്തിക്കുന്നത് ഗോപകുമാറാണെന്ന് പോലീസ് പറഞ്ഞു. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ഗോപകുമാറിന്റെ ലോറിയിൽ കടത്തിക്കൊണ്ടുവരുന്ന കഞ്ചാവ് വടക്കാഞ്ചേരി, ആലത്തൂർ, മുടപ്പല്ലൂർ, മംഗലം ഡാം, നെന്മാറ എന്നീ മേഖലകളിൽ വിൽപ്പനക്കാർക്ക് എത്തിച്ചു കൊടുക്കുന്നതാണ് പതിവ്. ഗോപകുമാറിന്റെ അറസ്റ്റോടെ പാലക്കാട് ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ ഇയാൾ കഞ്ചാവ് കൈമാറുന്ന ആളുകളെപ്പറ്റി പോലീസിന് വിവരം ലഭിച്ചതായാണ് സൂചന. ഡിവൈഎസ്പിമാരായ മുരളീധരൻ, അബ്ദുൾ മുനീർ, ഗോപകുമാർ, വടക്കാഞ്ചേരി CI KP ബെന്നി എന്നിവരുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി പോലീസും ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. ഈ ചാനൽ ന്യൂസ്, പാലക്കാട്.